യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഹെറോദോസ് രാജാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയായി സ്വന്തമാക്കിയത് നിഷിദ്ധമാണ്, തെറ്റാണെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹെറോദിയായ്ക്ക് സ്നാപക യോഹന്നാനെ വധിക്കാനും മാത്രം വിരോധമുണ്ടായിരുന്നു. അനുകൂലമായൊരു സാഹചര്യം ലഭിച്ചപ്പോൾ മകളെ കൊണ്ട് യോഹന്നാൻ്റെ ശിരസ് ആവശ്യപ്പെടുകയാണ് ഹെറോദിയ. താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ ശബ്ദത്തെ നിശബ്ദമാക്കാൻ, ആ ശിരസ് കൊയ്യാനാണ് അവൾ ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ള ഹെറോദിയന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെ പെരുമാറാറുണ്ട്. നാം ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നവരെ നിശബ്ദമാക്കാൻ, നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ചിലപ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട്. തിരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.